മീര ജാസ്മിൻ നായികയാവുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പാലും പഴവും എന്ന് പറഞ്ഞ മൂവി. ചിത്രം ഇതാ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിലീസിന് തയ്യാറെടുക്കുന്ന മൂവി എനിവേച്ചതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാ വന്നിരിക്കുന്നു. മീര ജാസ്മിൻ നായികയാവുന്ന പാലും പഴവും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഉടൻ തന്നെ വരുന്നുവെന്നാണ് അണിയറ വൃത്തങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹിയർ കംസ് ഒഫീഷ്യൽ ട്രെയിലർ ഫോർ മീര ജാസ്മിൻസ് ന്യൂ മൂവി പാലും പഴവും. എനിക്കും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണിത്. മീര ജാസ്മിൻ നായികയാവുന്ന പാലും പഴവും ചിത്രത്തിലൂടെ മനോരമ മ്യൂസിക് ഇതാ മലയാളത്തിലേക്ക് വരികയാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള മനോരമ മ്യൂസിക് ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നു. മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VK പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവും എന്ന ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിക്കൊണ്ടാണ് മലയാളത്തിലേക്കുള്ള ആദ്യ കാൽവയ്പ് നടത്തിയിരിക്കുന്നത്. ബോളിവുഡിലെ പ്രശസ്ത പ്രൊഡക്ഷൻ ഹൗസായ പനോരമ സ്റ്റുഡിയോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദര സ്ഥാപനമാണ് പനോരമ മ്യൂസിക്. ബോളിവുഡിൽ ഹിറ്റടിച്ച റൺവേ 34, ദൃശ്യം 2, ഷൈത്താൻ, ട്രേഡ് പീരിയഡ്, ബ്ലാക്ക് ഔട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്കുള്ള ചുവടുവെപ്പ്. പനോരമ സ്റ്റുഡിയോ നിർമ്മിച്ച ചിത്രങ്ങളാണ് ഓംകാര, ദൃശ്യം 1 and 2, പ്യാർ കാ പഞ്ച്നാമ, റെയ്ഡ്, സ്പെഷ്യൽ 26 എന്നിവ. പാലും പഴവും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആണ്. ദ മിൽക്ക് ആൻഡ് ദ ബനാന എന്ന് നമുക്ക് പറയാം. ശാന്തി കൃഷ്ണ, അശോകൻ, മണിയൻ പിള്ള, രാജു, നിഷാസ് സാരംഗ്, മിഥുൻ രമേശ്, സുമേഷ് ചന്ദ്രൻ, ആദിൽ ഇബ്രാഹിം, രചന നാരായൺകുട്ടി, സന്ധ്യ രാജേന്ദ്രൻ, ബാബു സെബാസ്റ്റ്യൻ, ഷിനു ശ്യാമളൻ, തുഷാര, ഷമീർ ഖാൻ, ഫ്രാങ്കോ ഫ്രാൻസിസ്, വിനീത് രാമചന്ദ്രൻ, രഞ്ജിത്ത് മണപ്രക്കാട്ട്, അതുൽ രാംകുമാർ, പ്രണവ് യേശുദാസ്, RJ സുരേഷ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭാഗമാവുന്നുണ്ട്. എനിവേ എല്ലാവർക്കും നല്ലൊരു ചാൻസാണ് പാലും പഴവും എന്ന സിനിമയിലൂടെ വരുന്നത്. പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ മീര ജാസ്മിൻസ് ന്യൂ മൂവി. ടു ക്രിയേറ്റീവ് മൈൻഡ്സിന്റെയും ബാനറിൽ വിനോദ് പുണ്ണിത്താനും അമീർ സൈഡും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ആശിഷ്, രജനി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കുന്നു. ഛായാഗ്രഹണം രാഹുൽ ദീപ്, എഡിറ്റർ പ്രവീൺ പ്രഭാകർ, സംഗീതം ഗോപി സുന്ദർ. നല്ല കിടുക്കൻ പാട്ടുകൾ സിനിമയിലുണ്ട്.